ഡിയേഴ്സ്, ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. എപ്പോഴും നമ്മൾ പെണ്ണുങ്ങളെ ഇഷ്ടപ്പെടുന്നത്, പെണ്ണുങ്ങൾ എങ്ങനെ ചെയ്യേണ്ടത്, എങ്ങനെ ആണിൻ്റെ ഇഷ്ടം എന്താണ്, ആണിൻ്റെ ഇഷ്ടം എന്തൊക്കെയാണ് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ശ്രമിക്കാറുണ്ടോ? അല്ലെങ്കിൽ അവന് ചിലപ്പോൾ ഓറിലേക്ക് ലൈംഗികത്തിന് ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ ആ പുരുഷൻ്റെ മനസ്സും അവന് എന്തൊക്കെ ഫാൻറ്റസികളുണ്ട്, അല്ലെങ്കിൽ അവനെ എന്തൊക്കെ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്, ഇതൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ നന്നായിട്ട് നിങ്ങൾക്ക് അവരുമായിട്ട് ലൈംഗികത്തിൽ ഏർപ്പെടാൻ വേണ്ടി പറ്റും. അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ചും നിങ്ങളുടെ ഇഷ്ടം കൂടി നോക്കിയിട്ട് നല്ല രീതിയിൽ നിങ്ങൾക്ക് ലൈംഗികത്തിൽ ഏർപ്പെടാനും വളരെ നന്നായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റും. അപ്പം ചില ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ലൈംഗികത്തിന് മുമ്പ് ഈ ക്വസ്റ്റ്യൻസ് സ്ത്രീകൾ പുരുഷനോട് ചോദിക്കേണ്ട അത്യാവശ്യമാണ്. കോഴിക്കോട് ISRO അല്ലേ, ഒരുപാട് പേര് നല്ല റിസൾട്ട് കിട്ടി, നല്ല മാറ്റമുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് സന്തോഷം. കാരണം നമുക്കുണ്ടാകുന്ന ഈ ലൈംഗിക പ്രശ്നങ്ങളൊക്കെ ചിലപ്പോൾ വലിയ വലിയ രോഗങ്ങളുടെ ലക്ഷണമായിട്ടും കാണിക്കാം. അപ്പോൾ നമ്മളൊരു ഡോക്ടറെ അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനും ട്രീറ്റ് ചെയ്യാനും പറ്റത്തുള്ളൂ. ഡോക്ടർ അജയൻ വർഗീസിൻ്റെയൊക്കെ കീഴിലുള്ള ISRO കോഴിക്കോട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഉദാഹരണ പ്രശ്നമോ അല്ലെങ്കിൽ യോനി കയറാൻ പറ്റാത്ത അവസ്ഥയോ അതോ അല്ലെങ്കിൽ ശീഘ്രസ്ഖലനമോ എന്ത് പ്രശ്നമായിക്കോട്ടെ, സ്ത്രീകൾക്ക് ലൈംഗിക താല്പര്യക്കുറവോ നിങ്ങൾക്ക് മാനസികമോ ശാരീരികമായിട്ടുള്ള എന്ത് പ്രശ്നമാണെങ്കിലും നിങ്ങൾക്ക് അവിടെ ലേഡി സൈക്കോളജിസ്റ്റും അവിടെ അവൈലബിൾ ആണ് കേട്ടോ. വളരെ ചെറിയ മൈക്രോ ലിങ്കൊക്കെ ഉള്ളവർ, ഞാൻ പറയുന്നത് 3ഉം 3.5 ഇഞ്ചും അങ്ങനെയല്ല, 2.5 ഇഞ്ചിനും താഴെയുള്ളവർ കേട്ടോ കാര്യം പറയുന്നത്. അങ്ങനെയൊക്കെ വളരെ മൈക്രോ ആയിട്ടുള്ള ലിങ്ക് ഉള്ളവർക്കൊക്കെ വലുതാക്കാനുള്ള സർജറിയൊക്കെ അവിടെ അവൈലബിൾ ആണ്. ലിംഗാഗ്രഭാഗം റിമൂവ് ചെയ്യുന്നതും ലൈംഗിക പ്രശ്നമാണെങ്കിലും അവിടെ ട്രീറ്റ്മെൻറ്റ് ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പർ Y എന്ന് ടൈപ്പ് ചെയ്ത് ഈ നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് അറിവുകൾ കിട്ടുന്ന ലൈംഗികതയെ പറ്റിയിട്ടും രോഗത്തെ പറ്റിയിട്ടൊക്കെ ഒരു ഗൈഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ബുക്ക് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അയച്ചു തരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ നമ്പറിൽ നിങ്ങൾക്ക് ഓൺലൈൻ കൺസൾട്ടേഷൻ ഉണ്ട് കേട്ടോ. പുറത്ത് പോയിട്ട് ഡോക്ടറൊക്കെ കാണാൻ മടിയുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ കൺസൾട്ടേഷൻ ഉണ്ട്. അത് ഇന്ത്യക്കകത്തും പുറത്തും ഉള്ളവർക്കൊക്കെ വിളിക്കാവുന്നതാണ് കേട്ടോ. കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവരുടെ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്, ഫസ്റ്റ് കമൻ്റായിട്ടും കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ആ ക്വസ്റ്റ്യൻ എന്തൊക്കെയാണോ? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഒരു അമേസിംഗ് ആയിട്ടുള്ള ലൈംഗികത എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ എന്താണ്, എങ്ങനെ ചെയ്യുന്നതാണ്, നിങ്ങളുടെ ഫാൻറ്റസീസ് ഒക്കെ എന്തൊക്കെയാണ്, എന്തൊക്കെ ചെയ്യാനാണ് ഇഷ്ടം, നിങ്ങൾക്ക് ഏതൊക്കെ തരത്തിലുള്ള പോൺ പോലുള്ള വീഡിയോസൊക്കെ കാണാനാണ് ആഗ്രഹിക്കുന്നത്, എങ്ങനത്തെ ഇഷ്ടം, നിങ്ങൾ ലൈംഗികത്തിൽ ഏർപ്പെടുമ്പോൾ അല്ലാണ്ട് വേറെ എന്തൊക്കെ തരത്തിലാണ് ഓണാവാറുള്ളത്, നിങ്ങൾക്ക് ലൈംഗികത്തിൽ ഏർപ്പെടുമ്പോൾ സൗണ്ട് ഉണ്ടാക്കുന്നത് ഇഷ്ടമാണോ, നിങ്ങൾക്ക് എന്തെങ്കിലും ഫെറ്റിഷ് സ്വഭാവമുണ്ടോ, എന്തെങ്കിലുമൊക്കെ ഈ അടിവസ്ത്രത്തോട് അല്ലെങ്കിൽ കാലുകളോട് അല്ലെങ്കിൽ കഷത്തിനോട് അതല്ലെങ്കിൽ എന്തെങ്കിലും വസ്തുവിനോട് ലൈംഗിക താല്പര്യം ഉണ്ടോ? നിങ്ങൾ സ്വയംഭോഗം ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ചിന്തിക്കാറ്, എന്തൊക്കെ ചിന്തിക്കുമ്പോഴാണ് നിങ്ങൾ വളരെ നന്നായിട്ട് ആസ്വദിക്കുന്നത്? എനിക്കിഷ്ടമില്ല എന്ന് കരുതിയിട്ട് നിങ്ങൾ എന്തെങ്കിലും എന്നോട് ചോദിക്കാതെ ഇരുന്നിട്ടുണ്ടോ ലൈംഗികപരമായിട്ട്? ഇതൊക്കെ കല്യാണം കഴിഞ്ഞവർക്കും ചോദിക്കാം കേട്ടോ. കുറേ കാലമായിട്ട് ചോദിച്ചിട്ടൊന്നും ഇല്ലാത്തവർ അല്ലെങ്കിൽ ഇതുവരായിട്ടും അവരുടെ ഇഷ്ടങ്ങളൊന്നും അറിയില്ലാത്തവർക്കൊക്കെ ചോദിക്കാൻ പറ്റുന്ന ചോദ്യം കേട്ടോ. നിങ്ങൾ ഏതെങ്കിലും സിനിമേൻ്റെ ഏതെങ്കിലും സീൻ കണ്ടിട്ട് ഓണാവാറുണ്ടോ? ഞാൻ ഏത് ഡ്രസ്സ് ഇടുമ്പോഴാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ആവുന്നത്? അടിവസ്ത്രേ ലൈസൊക്കെ ഉള്ള ബ്രായൊക്കെ ഇടുന്നതൊക്കെ ഇഷ്ടമാണ്. മലദ്വാരത്തിലൂടെയുള്ള ലൈംഗികബന്ധത്തിലോട് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഫോർപ്ലേ ഒക്കെ എങ്ങനെ ചെയ്യുന്നത് ഇഷ്ടമാണോ? എത്ര നേരമൊക്കെ ചെയ്യും? അതുപോലെ തന്നെ നിങ്ങൾക്ക് അതിലെന്തെങ്കിലും ഫുഡൊക്കെ ഉപയോഗിച്ചിട്ട് ഫോർപ്ലേ ചെയ്യുന്നതിനോട് താല്പര്യമുണ്ടോ? മ്യൂസിക്കൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ലൈംഗികബന്ധത്തിൽ ഏർപ്പെടാൻ ഇഷ്ടപ്പെടാറുണ്ടോ? ഒന്നിൽ കൂടുതൽ ആളുകളുമായിട്ട് ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുന്നത് ഇഷ്ടമാണോ? ഈ 3 പേര് അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ടൊക്കെ ചെയ്യുന്നതിൽ താല്പര്യമുണ്ടോ? സ്വയംഭോഗം ചെയ്യുമ്പോൾ ഏത് തരത്തിൽ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് രതിമൂർച്ചയിലെത്താൻ പറ്റുന്നത്? എവിടെ നോക്കുമ്പോഴാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്നത്? രതിമൂർച്ച ഏറ്റവും കൂടുതൽ കിട്ടാൻ വേണ്ടി എവിടെ തൊടുമ്പോഴാണ് നിങ്ങൾക്ക് പറ്റുന്നത്? ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഡയറക്റ്റ് ആയിട്ടൊക്കെ സംസാരിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ടെസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണോ? ഏത് പൊസിഷനാണ് നിങ്ങളുടെ ഫേവറേറ്റ്? ഒരു ദിവസം എത്ര തവണയൊക്കെ ബന്ധപ്പെടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്? വളരെ സോഫ്റ്റ് ആയിട്ടാണോ അത് വൈൽഡായിട്ടൊക്കെ ബന്ധപ്പെടാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? കളിപ്പാട്ടങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത് ഇഷ്ടമാണോ? അതുപോലെ തന്നെ ഏത് സമയമാണ് നിങ്ങൾക്ക് ലൈംഗികബന്ധത്തിൽ ഏർപ്പെടാൻ കൂടുതൽ ഇഷ്ടം? നിങ്ങൾക്ക് എൻ്റെ ശരീരത്തിൽ ഏറ്റവും ഇഷ്ടമുള്ള ഭാഗം ഏതാണ്? പറഞ്ഞോ. ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ നിങ്ങളുടെ തലമുടി പിടിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണോ? പുള്ളി ചെയ്യുന്നത് ഇഷ്ടമാണോ? കണ്ണുകളിൽ നോക്കി ലൈംഗികബന്ധത്തിൽ ഏർപ്പെടാൻ ഇഷ്ടമാണ്. നിങ്ങൾ ചില വീഡിയോസൊക്കെ റിസീവ് ചെയ്യുകയും സെൻഡ് ചെയ്യാറൊക്കെ ഉണ്ടോ? അപ്പോൾ നിങ്ങൾ എങ്ങനത്തെ തരത്തിലുള്ളതൊക്കെ കാണാനാണ് ഇഷ്ടപ്പെടുന്നത്? ഇതൊക്കെ ചോദിച്ച് മനസ്സിലാക്കുക. ശരിക്കും ഇതൊക്കെ ചോദിച്ചിട്ടേ നിങ്ങൾ ഒരാളുമായിട്ട് ലൈംഗികബന്ധത്തിൽ ഏർപ്പെടാൻ വേണ്ടി പോകാൻ പാടുള്ളൂ, അല്ലെങ്കിൽ കല്യാണം കഴിക്കുന്ന ഒക്കെ അറിഞ്ഞിരിക്കണം. കാരണം ഒരുപാട് ആളുകൾ എന്താ പറയുക, ഫെറ്റിഷ് സ്വഭാവവും ഒരുപാട് പേഴ്സണാലിറ്റിയുള്ള അവർക്ക്
പാർട്ട്ണറിനൊക്കെ ആവശ്യമുണ്ട്. അവർക്ക് ചിലപ്പോൾ ചില രീതിയിൽ ചെയ്താൽ മാത്രമേ അവർക്ക് ഇതിമുറിച്ചെത്താൻ പറ്റുള്ളൂ. അതൊക്കെ നിങ്ങളുടെ കുടുംബജീവിതത്തിൽ വളരെയധികം പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. രണ്ടുപേർക്കും ഓക്കെ ആണോയെന്ന് പറയാൻ ഈ ക്വസ്റ്റ്യൻസൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാനും സൂപ്പറായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അല്ലെങ്കിൽ രണ്ടുപേരുടെ ജീവിതം അവിടെ തീരുകയാണ് ചെയ്തത്. ഒരാൾക്ക് ഇഷ്ടപ്പെടുന്നു, ഒരാൾക്ക് ഇഷ്ടപ്പെടത്തില്ല, ഒരാൾക്ക് ഇഷ്ടപ്പെടുന്നു, അങ്ങനെ ചിലപ്പോൾ ഒരാൾക്ക് ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലൂടെ ലൈംഗിക വൈകൃതങ്ങളൊക്കെ ഉള്ള ആളായിരിക്കും. അപ്പോൾ എല്ലാം അറിഞ്ഞിട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇനിയിപ്പോൾ കുറേ കാലമായിട്ട് നിങ്ങൾ ലൈംഗികത്തിലൊക്കെ ഏർപ്പെടുന്നവരാണെങ്കിൽ നിങ്ങളുടെ ഭർത്താവിൻ്റെ ഇഷ്ടങ്ങൾ ശരിക്കൊന്നും മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ അല്ലെ അങ്ങനെ ശ്രമിച്ചിട്ടില്ലെങ്കിൽ ഈ ക്വസ്റ്റ്യനൊക്കെ ഒന്ന് ചോദിക്കൂ. സൂപ്പർ റിലേഷൻഷിപ്പൊക്കെ എടുക്കും. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് എ ന്യൂ ടോപ്പിക്. ബൈ.